എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെള്ളരിക്കയും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മാങ്ങയാണ്. ഇത് ഞാൻ പറിച്ച മാങ്ങയല്ല, നമുക്ക് മാവുണ്ട്, വീട്ടുമുറ്റത്ത് തന്നെ വീണ് കിട്ടിയ മാങ്ങയാണ്. പിന്നെ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 7 കൊച്ചുള്ളിയാണ്. ഈ കൊച്ചുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. പിന്നെ വെള്ളരിക്കായുടെ 1/4 ഭാഗം കൂടി എടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും 4 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് അരിഞ്ഞ് അടുപ്പത്ത് വയ്ക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം, ഒരല്പം കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വെന്തെടുക്കാം. വെള്ളം ഒരുപാടങ്ങ് കൂടിപ്പോകരുത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം. കൂടെ അല്പം കറിവേപ്പില കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ പരുവം ആയാൽ മതി. ഇത് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അല്പം കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. എനിക്ക് കടുക് ഒരല്പം കുറവായിരുന്നു, അതുകൊണ്ട് ഞാനിതിൽ ഒരല്പം കടുകേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ കടുക് ചേർക്കുമ്പോൾ നന്നായിട്ട് കടുക് ചേർക്കണേ. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചുവന്നുള്ളി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം. അതുപോലെ തന്നെ വറ്റൽ മുളക് ഒന്ന് ഫ്രൈ ആയി വരണം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിവേപ്പിലയൊക്കെ നന്നായി ചേർക്കുന്ന സമയത്ത് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ മാങ്ങ കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ ഒരു സീസണല്ലേ, വെറുതെ കളയണ്ട. ഇതെനിക്ക് വീട്ടുമുറ്റത്ത് വീണ് കിട്ടിയ മാങ്ങയാണ്, നമ്മുടെ മാവിലെ തന്നെയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതൊന്ന് വഴന്നു വരണം.
ഇത് എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് പകുതി വഴന്ന് വന്നതിന് ശേഷം വേണം മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ജീരകം പൊടിച്ചത് ചേർക്കുന്നതിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇരിക്കുന്നത്. നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കരുത്. നമുക്ക് ഈ കറി ഒരു കുഴമ്പ് രൂപത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഒരു തൊടുകറി പോലെയൊക്കെ ഒന്ന് സൈഡ് ഡിഷായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ആവിയിലൊന്ന് വെന്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തവി ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഈ മുളകൊക്കെ ഇതിനകത്തൊന്ന് ഉടച്ച് വന്നു കഴിയുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് അളവായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുള്ള കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കുവാൻ. ഈ പാത്രം കൂടെ കഴുകി ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തേങ്ങ അരച്ച് ചേർക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. എനിക്കിപ്പോൾ തേങ്ങ അരയ്ക്കാൻ എൻ്റെ മിക്സി ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ ഈ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർക്കാറുള്ളത് കറിക്ക്. ഇതിപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി കറിയാണിത്. പച്ചമാങ്ങ കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. മറ്റൊരു കറിയുടെ ആവശ്യമില്ല. ഇഷ്ടംപോലെ ചോറുണ്ണും. കുട്ടികൾക്കാണെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. ചോറൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഒരു കറിയൊക്കെ കൂട്ടി ഒന്ന് കൊടുത്തു നോക്കി. സൂപ്പർ ടേസ്റ്റായി കറി. ഒരു രക്ഷയുമില്ല. അടിപൊളി കറി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.